നമസ്കാരം. 1 ലക്ഷം രൂപയ്ക്കും താഴെ അതുപോലെ തന്നെ 200 കിലോമീറ്ററിലും മുകളിൽ റേഞ്ച് നൽകാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലെ? അതും ടാറ്റയെ പോലുള്ള ഒരു പ്രമുഖ ബ്രാൻഡാണ് ഈ വണ്ടി ഇറക്കുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് താങ്ങാവുന്ന വിലയിൽ ടാറ്റ പണ്ട് നാനോ കാർ ഇറക്കിയ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ താങ്ങാവുന്ന വിലയിലുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ടാറ്റ ഇറക്കുകയാണെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല, അല്ലേ? അതെ, നമ്മളിൽ പലരും അത് വിശ്വസിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ, അത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും, ടാറ്റ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടാറ്റയുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോകളെല്ലാം കയറി കണ്ടിരിക്കുന്നത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ എഫോർഡബിൾ വണ്ടികൾ, അതായത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വണ്ടികൾ ടാറ്റ ഇറക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം, സത്യം പറയുകയാണെങ്കിൽ ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മുതലെടുക്കുന്നതും. ടാറ്റയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങാൻ പോകുന്നു എന്നും പറഞ്ഞ് തമ്പനിയിലിട്ടൊരു വീഡിയോ ചെയ്താൽ ഒരുവിധം എല്ലാവരും അത് കാണുമെന്നും അതിലൂടെ നല്ല റീച്ച് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അവർക്കറിയാം. ആ റീച്ചിലൂടെ നല്ല കാശും. അത് തന്നെയാണ് ലക്ഷ്യം. ഞാനിപ്പം ഈ വീഡിയോക്ക് ഇട്ട തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾ അത് കയറി കണ്ടില്ലേ? ഒരുപക്ഷെ പലരും സംശയത്തോടു കൂടിയായിരിക്കും ഈ വീഡിയോ കണ്ടത്. ചിലർ ഈ വീഡിയോ കണ്ടത് ടാറ്റയോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. മറ്റു ചിലർ ഈ വീഡിയോ കണ്ടത് എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞിട്ടും ഞാൻ എന്താണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്നറിയാൻ വേണ്ടി വീഡിയോ കണ്ടവരും ഉണ്ടായേക്കാം. എന്തായാലും ഇത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ചിലർക്കൊന്നും ഇപ്പോഴും അറിയില്ല എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ടാറ്റയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങാൻ പോവുകയാണെന്നാണ്. എത്ര പേരാണ് ഈ ഒരു കാര്യം എന്നെ വിളിച്ച് ചോദിച്ചതെന്നറിയോ? എപ്പോഴാണ് ടാറ്റയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ടാറ്റ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോകളെല്ലാം ഫേക്ക് വീഡിയോകളാണെന്ന് എല്ലാവരോടും പറഞ്ഞു ഞാൻ മടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് വീഡിയോകൾ കണ്ട് വിഡ്ഢികളാവരുത്. അതേപോലെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഇത്തരം വാർത്തകളുടെ ലിങ്ക്, അതായത് ചില ലിങ്കുകളെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ നിങ്ങളെ വിളിച്ച് ഫോണിലൂടെ കാശ് ചോദിക്കും. അത്തരത്തിലുള്ള ഫ്രോഡുകൾക്ക് കാശ് അയച്ചു കൊടുക്കാൻ നമ്മളൊന്നും പൊട്ടന്മാരല്ലെങ്കിലും പലരും ഇതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സത്യം. സ്വയം വഞ്ചിക്കപ്പെട്ടതോർത്ത് പുറത്തു പറയാനുള്ള മടി കാരണം മിണ്ടാതിരിക്കുകയാണ് പലരും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണത്തിന് ടാറ്റ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് 10 വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10 വീഡിയോകളിലും കാണിച്ചിരിക്കുന്നത് 10 തരം ഡിസൈനിലുള്ള വേറെ വേറെ ഇലക്ട്രിക് സ്കൂട്ടറുകളായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചതെല്ലാം AI ഉപയോഗിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നിർമ്മിച്ച വീഡിയോസ് തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഇലക്ട്രിക് വാഹനങ്ങളുടെ മാത്രം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാളം ചാനലും റീച്ചിന് വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ്. ഒരു വാർണിംഗ് ഞാൻ കൊടുത്തിട്ടും ആ വീഡിയോ റിമൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ഒരുപാട് പേരാണ് ആ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഇപ്പോഴും ആ വീഡിയോ ചാനലിൽ കിടന്ന് ഓടുന്നുണ്ട്, പലരും കാണുന്നുമുണ്ട്. അതുകൂടാതെ ജിയോ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ പറഞ്ഞ ഈ ഒരു മലയാളം ചാനലും മറ്റ് പല ചാനലുകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക. പ്രമുഖ കമ്പനികൾ പുതിയ വണ്ടികൾ ഇറക്കുന്നുണ്ടെങ്കിൽ അത് അവര് തന്നെ നല്ല രീതിയിൽ നമ്മളെ നേരിട്ട് അറിയിക്കും. ടാറ്റയും ജിയോയും ഒന്നും ഒരിക്കലും ഇതുവരെ ഒഫീഷ്യലായിട്ട് അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്ന കാര്യം അനൗൺസ് ചെയ്തിട്ടില്ല, എവിടെയും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരത്തിലൊരു പ്ലാൻ അവർക്കുണ്ടോ എന്നും നമുക്കറിയില്ല. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ, അതായത് ഓൺ ദ റോഡ് വില ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു 150 കിലോമീറ്റർ റേഞ്ച് നൽകാൻ സാധിക്കുന്ന അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും സർവീസും നൽകാൻ സാധിക്കുന്ന രീതിയിൽ ടാറ്റയ്ക്കും ജിയോയ്ക്കുമെല്ലാം ഭാവിയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇറക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. നല്ല കോമ്പറ്റീഷൻ വരികയും അതുവഴി മറ്റ് ബ്രാൻഡുകൾ വില കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ദയവ് ചെയ്ത് 500 കിലോമീറ്റർ റേഞ്ചുള്ള സ്കൂട്ടർ വേണമെന്ന് ആരും പറയരുത്. കാരണം ഈ പറയുന്നവർ പോലും ഒരു ദിവസം തികച്ചും 50 കിലോമീറ്റർ പോലും ഓടാത്തവരായിരിക്കും. ഒരു സ്കൂട്ടറിൽ നമുക്ക് ട്രൂ റേഞ്ച് 150 കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ, അതും ഓൺ ദ റോഡ് പ്രൈസ് 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ, കൂടെ നല്ല ക്വാളിറ്റിയും മികച്ച സർവീസും കിട്ടുകയാണെങ്കിൽ അത് പുട്ടുപോലെ വിറ്റുപോകും.